നമസ്തേ. ഇന്ന് മന്നത്ത് പത്മനാഭൻ്റെ ജയന്തി ദിനമാണ്. 1878 ജനുവരി 2-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. മന്നത്ത് വീട്ടിൽ. അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് മന്നത്ത് എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം മന്നത്ത് പത്മനാഭ പിള്ള ആയിട്ടാണ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടത്. പിന്നെ അദ്ദേഹം സമുദായ സേവനം, ആദ്യ അധ്യാപകനായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് വക്കീലായി, അത് കഴിഞ്ഞ് സമുദായ സേവനത്തിലേക്കും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിലേക്കും സാമൂഹ്യ സേവനത്തിലേക്കുമൊക്കെ അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റേതായ വലിയ വലിയ സംഭാവനകൾ നൽകി. നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം വളരെ അധികം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. അതെല്ലാം വിജയത്തിലാവുകയും ചെയ്തു. അതിൻ്റെ ഫലമാണ് ഇന്ന് NSSലൂടെ നായർ സമുദായം അനുഭവിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിലും അദ്ദേഹം പങ്കെടുത്തു എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഐത്തോച്ചാടനത്തിലും ക്ഷേത്രപ്രവേശന കാര്യങ്ങളിലും സത്യാഗ്രഹങ്ങളിലും എല്ലാം അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിലും ഗുരുവായൂർ സത്യാഗ്രഹത്തിലുമൊക്കെ അദ്ദേഹം പങ്കെടുത്തു. ഈ ചെയ്ത സാമൂഹിക സേവനത്തിനായിൻ്റെ അംഗീകാരമായിട്ടാണ് അദ്ദേഹത്തിന് ഭാരതകേസരി എന്നും അതുപോലെ തന്നെ പത്മഭൂഷൺ എന്നുമൊക്കെയുള്ള ആ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം 1950 അദ്ദേഹം തൻ്റെ പേരിൽ നിന്ന് പിള്ള എന്നുള്ളത് വെട്ടിമാറ്റി. അദ്ദേഹം മന്നത്ത് പത്മനാഭൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ഈ ജാതിപ്പേര് അത് സ്വന്തം പേരിൻ്റെ കൂടെ ആവശ്യമില്ല, അതൊരു അനാവശ്യ കാര്യമാണ്. അതെന്താണ് അങ്ങനെ ചിന്തിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം അന്ന് ഹിന്ദു സമുദായത്തിൽ ജാതി അതീതമായിട്ടുള്ള ഒരു സമത്വം സൃഷ്ടിക്കാനായിട്ടുള്ള ശ്രമത്തിനാണ് അദ്ദേഹം അന്ന് വ്യാപൃതനായിരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ പശ്ചാത്തലമാണ് ഈ വൈക്കം സത്യാഗ്രഹവും അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ പിന്നീടാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ജാതി വെട്ടിമാറ്റുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ ചിന്തയിൽ വന്ന വ്യത്യാസം, അദ്ദേഹം എത്ര വിപ്ലവകരമായിട്ടാണ്, എത്ര പ്രബുദ്ധ രീതിയിലാണ് അദ്ദേഹം അന്ന് ചിന്തിച്ചിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ പേരിൻ്റെ അവരവരുടെ പേരിൻ്റെ അവസാനം ചേർക്കേണ്ടത് ആവശ്യമല്ല, ചേർക്കേണ്ട കാര്യമില്ല, ഞാനത് വെട്ടിക്കളയുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം വെട്ടിക്കളഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെ സമുദായ ആചാര്യനായിട്ട് അംഗീകരിക്കുന്ന ആളുകൾ അത് ചെയ്തില്ലെങ്കിൽ, ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ പിന്തുടർന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തോടുള്ള നിന്ദയായിട്ട് കാണേണ്ടേ. ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനും ഒരുപാട് പ്രതിഷേധങ്ങളാണ് വന്നത്. കാരണം എന്ന് പറഞ്ഞാൽ, നായന്മാർക്ക് നായരെന്ന് സ്വന്തം പേരിനോട് ചേർത്ത് വെക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെ പേരെഴുതുന്ന ആൾക്കാർക്ക് ആർക്കും ഇത് സഹിക്കാൻ പറ്റുന്നതല്ല. സമുദായാചാര്യൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ആളുകളുടെ സംശയം. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പാക്കി. അതിനുശേഷമാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. പക്ഷേ ഞാൻ അങ്ങനെ ചോദിച്ച ഒരാളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്വയം അന്വേഷിച്ച് കണ്ടെത്ത്, ഞാൻ പിന്നീട് പറഞ്ഞു തരാം എവിടെയാണ് അതുള്ളതെന്ന്. അങ്ങനെ ഈ സമുദായ ആചാര്യൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ബിംബം പോലെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നതല്ലാതെ ഇവരൊന്നും മന്നത്ത് പത്മനാഭനെക്കുറിച്ച് പഠിക്കത്തില്ല. അവിടെയാണ് കുഴപ്പം. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുടെ ആ ഉന്നത നിലവാരത്തെക്കുറിച്ച് അവരാരും മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം ഹിന്ദു സമുദായത്തിന് വേണ്ടി എത്ര കണക്ക് കൂട്ടിയാണ് ഈ ഓരോ നിലപാടുകൾ എടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾ ആലോചിക്കണം. പേരിൽ എല്ലാവരുടെയും ഇപ്പം കമൻറ്റ് ചെയ്ത ആൾക്കാരുടെയൊക്കെ പേടി എന്ന് പറഞ്ഞ്, അവരുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെന്തിനും ജാതി ഉപേക്ഷിക്കണം, എല്ലാവരും ജാതിയുടെ അടിസ്ഥാനത്തിൽ സംവരണം നേടുന്നില്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ജാതിക്കുളമില്ലേ. ഇതൊക്കെ ജാതിക്കുളം നടന്നോട്ട്, ജാതിയുടെ അടിസ്ഥാനത്തിൽ സംവരണം നടന്നോട്ട്. പക്ഷെ നിങ്ങൾക്ക് പേരിൻ്റെ കൂടെ തന്നെ ജാതി വെക്കുന്നു. അത് നിങ്ങളുടെ ഒരു അകൽച്ച സൃഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത്. പേരിൻ്റെ കൂടെ നിങ്ങൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ സംഘടിച്ച് മന്നത്ത് പത്മനാഭൻ തന്നെ NSS എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കിയില്ലേ. ആ സംഘടന നായന്മാരുടെ ഉന്നതിക്ക് വേണ്ടിയല്ലേ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്നിട്ട് അദ്ദേഹം പേര് വെട്ടുകയും ചെയ്തു. പേരിൽ നിന്ന് ജാതി പേര് വെട്ടിക്കളയും ചെയ്തു. എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചു? അപ്പം ആ ജാതിയിൽ തന്നെ ജാതി ആർക്കും മായ്ച്ചു കളയാൻ പറ്റത്തില്ല. ആ ജാതിയിൽ തന്നെ നിങ്ങൾ തുടർന്നോളൂ. പക്ഷെ തൻ്റെ ജാതിപ്പേര് തൻ്റെ പേരിൻ്റെ കൂടെ എന്തിനു ചേർക്കുന്നു? ഇപ്പോഴും വന്നിപ്പം ജാതിപ്പേരേ ഉള്ളൂ ആൾക്കാർക്ക്, സ്വന്തമായ പേരില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. പിന്നെ MKK നായർ, TKA നായർ, അങ്ങനെയുള്ള പല നായന്മാർ. നായരേ ഉള്ളൂ, പേരെന്തുവാന്ന് ആർക്കും അറിഞ്ഞൂടാ. അതിൽ നമ്പൂതിരിമാരുടെ കൂട്ടത്തിൽ അതാണ്. ഏറ്റവും നല്ല ഉദാഹരണം EMS ആണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അത്തരം നീട്ടത്തിൽ അദ്ദേഹം വലിയ വിപ്ലവകാരിയും വലിയ എന്താണ് ഭൗതികവാദിയുമൊക്കെ ആയിരുന്ന ആളല്ലേ. പക്ഷെ അവസാനം വരെയും ഈ നമ്പൂതിരിപ്പാട് എന്നുള്ളത് അദ്ദേഹം വിട്ടുകളഞ്ഞില്ല. അദ്ദേഹത്തിനും വലുതായിട്ട് അത് ആ ഒരു വിട്ടുകളയാനുള്ള മനസ്സ് വരുന്നില്ല. അത്രയ്ക്ക് അദ്ദേഹം അതുമായിട്ട് ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആളുകളാണ് കേരളത്തിലെ പ്രബുദ്ധന്മാർ. ഇവരാണ് പ്രബുദ്ധത പഠിപ്പിക്കുന്നത്. മന്നത്ത് പത്മനാഭൻ എത്ര ഉയരത്തിൽ നിൽക്കുന്നു എന്ന് അതിനകത്തൊന്ന് മനസ്സിലാക്കണം. മരിക്കും വരെ EMSന് ആ നമ്പൂതിരിപ്പാട് എന്നുള്ളത് അദ്ദേഹം എന്തെഴുതിയാലും ഒപ്പിടുന്ന പോലും നമ്പൂതിരിപ്പാട് എന്നും പറഞ്ഞിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുടെ അടിയിൽ ഇങ്ങനെ നമ്പൂതിരിപ്പാട് എന്നുള്ള EMS നമ്പൂതിരിപ്പാട്. EMS എന്നിയാൽ പോരാ. ഇതാണ് നമ്മുടെ സ്ഥിതി. അപ്പോൾ പേര് കളയാൻ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാവരും ഓരോ ഉടക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങൾ പേര് വെക്കുന്ന ജാതി പേര് വെക്കുന്ന നിങ്ങൾക്ക് എന്താണ് അസുഖം എന്നുള്ള രീതിയിലാണ്. ഞാൻ പറഞ്ഞു, ഇത് എന്നോടല്ല ചോദിക്കേണ്ടത്, നിങ്ങളുടെ ആചാര്യനോട് ചോദിച്ചു, സമുദായ ആചാര്യനോട്. അദ്ദേഹമാണ് വെട്ടിക്കളഞ്ഞതും അദ്ദേഹം പറയുന്ന ന്യായം എന്ന് പറഞ്ഞാൽ അനാവശ്യമാണ് അതെന്നാണ്. അപ്പം അദ്ദേഹം അതിനകത്ത് എന്തെങ്കിലും ഒരു അത് ജാതി പേര് തൻ്റെ പേരിൻ്റെ കൂടെ വെച്ചതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമോ വെക്കാഞ്ഞാൽ ഒരു ദോഷമോ ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം വെട്ടിക്കളഞ്ഞത് നമ്മൾ അനുമാനിക്കണം. പിന്നെ എന്തിനാണ് വെട്ടിക്കളഞ്ഞ് ഗുണവും ദോഷവും ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ വെച്ചാൽ ഗുണമില്ല, വെച്ചില്ലെങ്കിൽ ദോഷവുമില്ലെന്ന് വന്ന സ്ഥിതിക്ക് പിന്നെ എന്തിനു വെട്ടിക്കളഞ്ഞു, അതവിടെ ഇരുന്നാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിന് വേറൊരു ഉദ്ദേശം കണ്ടു. അതായത് ഹിന്ദു സമുദായത്തിലെ പ്രത്യക്ഷത്തിലുള്ളെങ്കിലുമുള്ള ഐക്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ജാതിപ്പേരിലല്ല ഒരാൾ അറിയപ്പെടേണ്ടത്. ഏത് ജാതിപ്പെട്ടെന്നുള്ള തന്നെ അറിയുന്നത് ഹിന്ദു എന്നുള്ള പേരിൽ അറിയപ്പെടണം. ഹിന്ദു മതത്തിൻ്റെ ഭാഗമേ അല്ല ജാതി. ഇത് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ യാതൊരു പ്രമാണങ്ങളുമില്ല. ജാതിയെയും ഹിന്ദുമതത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് യാതൊരു പ്രമാണവുമില്ല. അതും വർണ്ണാശ്രമ ധർമ്മവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചതുർവർണ്ണങ്ങളാണ്, ആയിരക്കണക്കിനാണ് ജാതികൾ. ഈ ജാതിയും വർണ്ണവും തമ്മിലും യാതൊരു ബന്ധവുമില്ല. ഓരോ ജാതിക്കാരനും ഏത് വർണ്ണത്തിൽ പെടുന്നെന്ന് നിശ്ചയിക്കുന്ന ഒരു ആധികാരിക പ്രമാണവുമില്ല. വെറുതെ കുറെ കാടന്മാരും ഉണ്ടാക്കി വെച്ച കാട്ടുനീതിയാണ് ഇത്രയും കാലം ഇവിടെ നടന്നു വന്നത്. അതിനൊക്കെയുള്ളൊരു അവസാനം വരുത്താനാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും പിന്നെ അയ്യങ്കാളിയും കുമാരനാശാനും അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനും ഒക്കെ ഉള്ള അങ്ങനെയുള്ള ആൾക്കാരെല്ലാം അതിനുവേണ്ടിയാണ് ശ്രമിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. നമ്മൾ കേരളം വലിയ പ്രഭുത്വം അവരുടെ പ്രവർത്തനത്തെയും ഫലമായിട്ടാണ് നമ്മൾ അല്പമെങ്കിലും ഈ പേരും കൊണ്ട് നടക്കുന്നത്. പ്രബുദ്ധർ എന്നുള്ള പേരും കൊണ്ട് നടക്കുന്നത്. നമുക്കൊന്നും അതിന് അർഹതയില്ല. ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പ്രബുദ്ധതയും ഇല്ലാത്ത കാട്ട് ചിന്തയുള്ളവരാണ് ഇവരെല്ലാവരും. പ്രാകൃത ചിന്തയുള്ളവരാണ്. എന്നുവെച്ചാൽ അപൂർവ ആളുകളെ ഉള്ളൂ. പണ്ടുള്ളവർ തെളിച്ച ആ വെളിച്ചത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സ്വന്തം പേരിൽ നിന്ന് ജാതിപ്പേരൊന്ന് വെട്ടിമാറ്റിയാൽ എന്തോ മലയിടിഞ്ഞ് വീഴുമെന്നുള്ള ചിന്താഗതിയിലാണ് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. അതിശയമാണ്. ഇങ്ങനെയും മനുഷ്യരുണ്ടോ? എല്ലാവരും ചിന്തിക്കുക. ഹിന്ദു മതത്തിൽ ഐക്യം ഉണ്ടാകട്ടെ. ഹിന്ദു മതവും ജാതിയും തമ്മിലൊരു ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞു. ആ ജാതി ഹിന്ദു മതത്തിൻ്റെ ഐക്യത്തെ ഒരു തരത്തിലും ബാധിക്കാൻ നമ്മൾ ഇടയാക്കരുത്. ഐക്യത്തോടു കൂടി നിന്നാലേ ഹിന്ദുക്കൾക്ക് നിലനിൽപ്പുള്ളൂ. അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.